സാംസ് 74 74 സങ്കീർത്തനമാണ് ഇന്ന് എടുക്കുന്നത്. 74 സങ്കീർത്തനം തുടങ്ങുന്നത് വളരെ ദുഃഖത്തിലാണ്. കാരണം ദൈവം നമ്മളെ മറന്നൊരു ഫീലിംഗാണ് അതിനകത്ത്. എന്നാൽ 74 അവസാനമാകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹം, വിശുദ്ധ സ്നേഹം നമ്മളിലേക്ക് പകരുന്നതാണ് നമുക്ക് കാണാം. 74 ആസാഫിൻ്റെ ധ്യാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 2-3 സെൻറ്റൻസ് എടുക്കാം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? നിൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിൻ്റെ കോപം പുകയുന്നത് എന്ത്? നമ്മൾ പറഞ്ഞില്ലേ, വടിയും കോലും ആശ്വസിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് വടി കൊള്ളുന്ന ശിക്ഷണമാണ്. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? നിൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിൻ്റെ കോപം പുകയുന്നത് എന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിൻ്റെ സഭയെയും നീ വീണ്ടെടുത്ത നിൻ്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ദൈവം നമ്മൾ വളരെ സങ്കടത്തോടുകൂടി ദൈവം നമ്മളെ മറന്നുപോയോ, ദൈവമേ നീ ഓർക്കണമേ, നീ ഞങ്ങളെ അങ്ങ് മറന്നോ എന്നുള്ളൊരു സങ്കടമാണ് അവർ ഈ സങ്കീർത്തനത്തിനകത്ത് തുടങ്ങുന്നത്. നിത്യശൂന്യങ്ങളിലേക്ക് നിൻ്റെ കാലടി വെക്കണമേ. നമ്മൾ ശൂന്യതയിൽ നിൽക്കുകയാണ്. അത് എല്ലാവർക്കും, ദൈവത്തെ അറിയുന്നവർക്കിൽ വഴിതെറ്റിപ്പോയവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിത്യശൂന്യങ്ങളിലേക്ക് നിൻ്റെ കാലടി വെക്കണം, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിക്കും. നമ്മളെപ്പം ദൈവത്തിൽ നിന്ന് മാറുമോ അവിടെ ശത്രു കടന്നു വരും. അത് നമ്മൾ ദൈവത്തെ അറിയാത്തപ്പം ദൈവശത്രുവിനെ അയക്കുന്നതായിട്ടും വേദപുസ്തകത്തിൽ കാണാം. അപ്പോൾ ഈ 74ൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാമെങ്കിൽ 3 പേരുടെ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ശത്രുക്കൾ വന്ന് ഇവരെല്ലാം നശിപ്പിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. നിൻ്റെ വൈരികൾ നിൻ്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലർന്നു. ശത്രു ദൈവത്തിൻ്റെ ആലയത്തിൽ നിൽക്കുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളാക്കി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇത് അവർ മഴുകൊണ്ട് ചുറ്റിയുകൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയും. അപ്പം ദൈവത്തിൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ കോപത്തിനിടയായപ്പോൾ ശത്രു സൈന്യം വന്ന് നശിപ്പിച്ച് എല്ലാം എടുത്തുകൊണ്ട് പോയി നശിപ്പിക്കുന്നതാണ്. അപ്പം 3 കാര്യങ്ങൾ ഇവിടെ, 3 പേഴ്സൺസ് ഉണ്ട്. ഒന്ന്, കൽദയ രാജാവ് നെബൂഖദ്നേസർ വന്നിട്ട് ഇവിടെയുള്ളത് എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. വളരെ അന്നേരം പോകുമ്പോൾ ഈ സിദക്കിയാവെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച് എല്ലാം നോക്കാനിരുന്നു. അയാൾ മഹാകള്ളനാണ്. അതുകൊണ്ട് പിന്നെ അവിടെ വന്നിട്ട് അയാളുടെ കണ്ണും കുത്തി പൊട്ടിച്ചിട്ട് രാജാവ് അവനെ തടവിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു? ഇസ്രായേലിലെ സകല ആലയങ്ങളിൽ ഇസ്രായേലിലെ ജനതയെ അടിമകളാക്കുന്നു. ആലയത്തിൻ്റെ നടുക്കെ അവർ വേറെ കൊടി, അവരുടെ കൊടി കയറ്റി വെക്കുന്നു. ആലയത്തിലെ ചിത്രപ്പണികളെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് നശിപ്പിച്ച് ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ പൊടിച്ചു കളയുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത്. എന്ത് വ്യത്യാസം? എന്താ? സത്യദൈവത്തെ അറിയാൻ ആഗ്രഹമില്ല. സത്യദൈവം ഇല്ലാത്തടത്ത് ഇത് തന്നെ. ദൈവത്തെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാൻ നമുക്കൊക്കെ ആശ്രയിക്കാത്തതിനാൽ ദൈവകോപം ദൈവജനതയ്ക്കെതിരായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു കാലമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് ദൈവം ശത്രുവിനെ ഏൽപ്പിക്കുന്നതെന്നറിയാമോ? നമ്മളെ യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിനും ദൈവത്തെ സ്നേഹിക്കാതെ സ്വന്തം കാര്യത്തിന് എൻ്റെ സഭ വലുത്, അല്ലെ എൻ്റെ ദൈവം വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാകത്തില്ല. ദൈവം നമ്മളെ ശത്രുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല ആലയങ്ങളും നശിച്ചു പോയിട്ട്, ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ പോയ സമയത്ത് അവിടെയെല്ലാം ഇംഗ്ലണ്ടിലെ പള്ളികളെല്ലാം ബാറുകളായിട്ടും റെസ്റ്റോറൻ്റായിട്ടും മാറി. അന്ന് ഞാൻ പറഞ്ഞു, അയ്യോ അത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെ സംഭവിക്കല്ലേ. ഇപ്പോൾ അതിവിടെ സംഭവിക്കാൻ തുടങ്ങി. ആലയങ്ങളുടെ മുകളിൽ വേറെ ഫ്ലാഗുകൾ കുത്തിക്കയറ്റി വെക്കാൻ തുടങ്ങി. ഇതൊക്കെ പാപം. നമ്മളിലുള്ള ദൈവാത്മാവിൻ്റെ ശക്തിയുടെ കുറവ് കൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും വിളിച്ച് ഏക സ്നേഹത്തിലും ഐക്യതയിലും ദൃഢതയിലും ദൈവത്തെ വിളിക്കേണ്ടതായ സഭ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വലുതേ എന്നും പറഞ്ഞ് പെർസോണ ഗ്ലോറിഫിക്കേഷന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവകോപം ഇറങ്ങി വരും, സംശയമില്ല. ആര് മുറയിട്ട് നിലവിളിക്കുമെന്ന് ചോദിച്ചാൽ മതി. ഇടിവിൽ നിന്ന് ആര് കരയുമെന്ന് ചോദിച്ചാൽ മതി. അന്ന് ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഇത് പഴയ നിയമത്തിൽ എഴുതി വെച്ചതാണ്. അറ്റ്ലീസ്റ്റ് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം ഇന്നും നടക്കാനും പോകുന്ന പോലെ നിൽക്കുന്നത് നമ്മൾ സത്യദൈവത്തിൽ നിന്ന് ആത്മാവിൽ മാറി നിന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കി വെക്കുമ്പോൾ ദൈവകോപം വരും.
എല്ലാ സഭകളിലും ഇതുണ്ട്, മുകളിൽ തൊട്ട് താഴെ വരെ എല്ലാ കുടുംബങ്ങളിലും ഇതുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളിലും ഇത് മാറും. അത് മാറണം, മാറിയേ ഒക്കത്തുള്ളൂ. ആരെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പം അയ്യോ ഇങ്ങനത്തെ തലമുറ കുറേ പേരെങ്കിലും നിലവിളിച്ചാൽ ദൈവം കേൾക്കും. സത്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നമ്മളോട് കർത്താവിൻ്റെ ദയ കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ കൽദേർ വന്നിട്ട് ഈ ഇസ്രായേൽ ജനതയുടെ സകല കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി ആലയം ചുട്ടുകരിച്ചു, യെരുശലേമിൻ്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു, അരമനകളെല്ലാം തീക്കിരയായി. നോക്കാം, എൻ്റെ വൈരികൾ നിൻ്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളാക്കി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു. സങ്കടമല്ലേ? 1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിന് 32-34 ഈ സിദക്കിയാവ് വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ള ഭാഗം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഈ സിദക്കിയാവ് എന്ന് പറയുന്നത് അവന് 29 വയസ്സേ ഉള്ളൂ. യെരുശലേമിൽ അന്നേരമാണിത് സംഭവിക്കുന്നത്. യെരുശലേമിൽ ഭരിക്കുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായതത് ചെയ്തു. പുരോഹിതന്മാരിൽ പ്രമാണികളായവരൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. 2 ദിനവൃത്താന്തം 36-19 ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൽദേർ അവരുടെ നേരെ യുദ്ധം ചെയ്ത് അവരുടെ നേരെ വന്ന് എല്ലാവരെയും കൊന്നു. ആലയം ചുട്ടുകരിച്ചു, യെരുശലേമിൻ്റെ മതിലുകൾ ഇടിച്ചു, അരമനകളെല്ലാം തീക്കരയായി. എന്താ തീക്കരയായത്? സത്യദൈവത്തിനെതിരായിട്ട് പോയതുകൊണ്ട്. നമ്മളിതിൽ നിന്നല്ലേ നമ്മുടെ അടുത്ത തലമുറകൾക്കുണ്ടോ ചൂട്? നമ്മുടെ പള്ളികൾക്കുണ്ടോ ചൂട്? നമ്മുടെ സഭകൾക്കുണ്ടോ? ക്രിസ്ത്യാനി എന്ന് പറയുന്നവർക്ക് ചൂടുണ്ടോ? വളരെ ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തിയില്ല എങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെന്ന് പഠിപ്പിക്കാൻ നോക്കുക, അന്നേരം അവിടെ കലക്കം വരും. അവർക്കൊക്കെ ഇഷ്ടമുള്ളത് മാത്രം നമ്മുടെ ചെവികൾക്ക് ഇഷ്ടമുള്ളത് കേൾക്കുന്ന പ്രസംഗങ്ങളാക്കി മാറ്റാതെ ദൈവത്തിനെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന ആലയങ്ങളാക്കി മാറ്റണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെയും വിശുദ്ധീകരിക്കാതെ ജീവിക്കുന്നു എങ്കിൽ ശത്രു കയറി വരും. അതുകൊണ്ട് കർത്താവിന് നിർബന്ധമാണത്. വളരെ സങ്കടത്തോടുകൂടി ഈ 74-ാം സങ്കീർത്തനം വായിക്കുമ്പം നമ്മൾ ഈ കാലയളവിൽ ഇതല്ലേ നടക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ ഒരു സങ്കടപ്പെട്ടു, ദൈവമേ വൈരി എത്രത്തോളം നിന്ദിക്കും, ശത്രു നിൻ്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ? നിൻ്റെ കൈ, നിൻ്റെ വലം കൈ നീ വലിച്ചു കളഞ്ഞത് എന്ത്? നിൻ്റെ മടിയിൽ നിന്ന് അത് എടുത്ത് അവരെ മുടിക്കണമേ. ദൈവം പുരാതനമേ എൻ്റെ അത് ഇത്രയും നേരവും കരച്ചിലാണ്. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഈ ജെറമയ 39-8 വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, കൽദയർ രാജഗൃഹത്തെയും ജനത്തിൻ്റെ വീടുകളെയും തീ വെച്ച് ചുട്ടു, മതിലുകൾ ഇടിച്ചു കളഞ്ഞു. കുറേ പേരെ അകമ്പടി നായകനായ നെബൂസർ ആദാൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശത്രു വന്നിട്ട് നമ്മുടെ തലമുറകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. നമുക്കിവിടെ നിർത്താം. എന്തിനാ ഒത്തിരി പറയുന്നത്? നമുക്ക് കരയാം ദൈവത്തോട്. കർത്താവേ കാണുന്നില്ലേ നീ? ശരിയാണ്, നമ്മുടെ കുഴപ്പമാണ്. നമ്മുടെ തലമുറകളുടെ മുമ്പിലുള്ള തലമുറയുടെ ആയിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴിതെറ്റായിരിക്കാം. ദൈവമേ തലമുറയോട് മനസ്സലിവ് തോന്നി നീ ഒരു ശേഷിപ്പിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ശത്രു ഉന്മൂലനാശം ചെയ്യുമേ എന്ന് നമുക്ക് നിലവിളിക്കാം. കർത്താവേ കരുണ തോന്നണമെന്ന്, ദൈവമേ കരുണ തോന്നണമെന്ന് തന്നെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ആരിടിവിൽ നിൽക്കും? ആരിടിവിൽ നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് കുറേ സ്ത്രീകളെ അറിയാം, ഈ ദ പെന്തക്കോസ്റ്റിലും ഈ അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ളവർ. അവർ ചില സ്ത്രീകൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ദേശത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി, അത് ആ ചർച്ചിൽ അങ്ങനെ വെച്ചിരിക്കുന്ന അവരിങ്ങനെ ടൈം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവരെ കാണുമ്പോൾ ആയിരിക്കും ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇവരെങ്ങനെ? അതൊരു വരമാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? നമ്മൾ ഉണരണം. നമ്മൾ ഉണർന്നേ പറ്റൂ ശിവനുള്ള ആത്മാവുള്ള ദൈവത്തെ അറിയാൻ.
സത്യത്തിലും ആത്മാവിലും. കർത്താവിനെ യഥാർത്ഥത്തിൽ അറിയാൻ നമ്മൾ ആഗ്രഹിക്കണം. എവിടെയാണ് സത്യമെന്ന് ചോദിക്കണം ദൈവത്തോട്. ഏതൊരാത്മാവിനെയും ടെസ്റ്റ് ചെയ്യണം ദൈവം പറയുന്നു. സഭകളിൽ പോകുമ്പോൾ നമ്മൾ പോകുന്ന പാസ്റ്ററാകാം, അച്ഛനാകാം, ഉപദേശം ചോദിക്കണം അവർ സത്യദൈവത്തിന്. അല്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് എന്നോട് പലരും പ്രയർ റിക്വസ്റ്റ് പറയുമ്പം കാശ് കിട്ടാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്നവരെ എനിക്കറിയാം, തെറ്റായ പ്രവചനം പറയുന്നവരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ വേർ വി ആർ ഗോയിങ്. അതുകൊണ്ട് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കണം. വേദപുസ്തക വചനത്തിന് വിപരീതമായിട്ടൊന്നും ചെയ്യാൻ നമ്മളെ ദൈവം അനുവദിക്കത്തില്ല. അത് നമ്മൾക്കൊരു അല്പം വിനയം ഉണ്ടായാൽ മതി. മുറയിട്ട് കരയണം. നമ്മൾ പറയുന്നുണ്ട് ബാശാൻ കൂറ്റങ്ങളെ എന്നാണ് ദൈവം സ്ത്രീകളെ വിളിക്കുന്നത്. സഭയെ പോലും അങ്ങനെയാണ് വിളിക്കുന്നത്, സ്ത്രീകളെ തന്നെയല്ല. എല്ലാവരും ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ദൈവം നീതിമാനും സത്യവാനും തൻ്റെ ജനതയ്ക്ക് അങ്ങേയറ്റം അനുഗ്രഹം ചെയ്യാൻ തന്നെ അന്വേഷിക്കുന്നവർ. പക്ഷേ തന്നെ അന്വേഷിക്കുന്നവർ ദൈവത്തിന് വിപരീതമായിട്ട് നിന്നാൽ ശത്രു കോട്ടയ്ക്കകത്ത് കയറും. നമുക്കതിനു വേണ്ടി നിലവിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ സങ്കടത്തോടെ കടന്നു വരിക. ശത്രു വീട്ടിനകത്ത് കയറി ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെയൊക്കെ ദുഷ്ടൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ എന്നും പറഞ്ഞ് നിലവിളിക്കേണ്ട കാലയളവാണ്. എത്രത്തോളം നീ മിണ്ടാതെ ഇരിക്കും? എത്രത്തോളം തലമുറകളുടെ പേർ ബുദ്ധി മന്ദിച്ച് കിടക്കും? നിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ കാറ്റടിപ്പിക്കണമേ, ജീവൻ്റെ കാറ്റടിച്ചു കൊടുക്കണമേ. ശത്രുപക്ഷത്തു നിന്ന് അധികാരത്തോടെ അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന് പഠിപ്പിച്ചെടുക്കണമേ. നിൻ്റെ വടിയും കോലും ആശ്വസിപ്പിക്കുമെന്നല്ലേ പഠിപ്പിച്ചത്. അപ്പച്ചൻ പഠിപ്പിച്ചെടുത്തേ പറ്റൂ. ഒരു മനുഷ്യൻ്റെ ആത്മാവിനോടും ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഞങ്ങൾക്കൊക്കത്തില്ല. ഞങ്ങളുടെയും തന്നെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുകയാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് വന്ന് ശിക്ഷണത്തോടുകൂടി തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. നിൻ്റെ വടിയും കോലും ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് നീ പറയുന്നത്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നന്മയും കരുണയും നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരണം, തലമുറകളുടെ മേൽ. അതിനുവേണ്ടി ഞങ്ങൾ നിലവിളിച്ച് കരയുന്നു. അപ്പച്ച, ആരെങ്കിലും വഴിമാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ദുഷ്ടൻ്റെ നുഖത്തിൻ്റെ അടിയിൽ കിടന്ന് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ, ആ ജയിലിൻ്റെ ആ വാതിൽ അപ്പച്ചൻ അങ്ങോട്ട് ആ താമ്രവാതിൽ ഇടിച്ച് ഇരുമ്പോഴാമളെ കണ്ണിച്ച് കളഞ്ഞ് അധികാരത്തോടെ കടന്നു എന്ന് കുഞ്ഞുങ്ങളെ രക്ഷിച്ച് നിൻ്റെ പക്ഷത്ത് കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് നിന്നോട് പറഞ്ഞ് അവിടുന്ന് കേൾക്കും. പ്രാർത്ഥന ശരിയായാൽ ഉത്തരവും ശരിയാകും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. 24-ാം സങ്കീർത്തനം വളരെ ദുഃഖത്തിലാണ് അപ്പച്ച തുടങ്ങിയിരിക്കുന്നത്. അവസാനം ജയം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ 74-ൽ കൊടുത്ത പോലെ പ്രാണപ്രിയന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരാകാംക്ഷ, കുറുപ്രാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരാഗ്രഹം ഞങ്ങൾക്ക് ഇട്ടുതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവേ, നീ വഴിക്ക് വെച്ച് ഞങ്ങൾ ഇട്ടേച്ച് പോകത്തില്ല. നിൻ്റെ സ്നേഹം നിറയട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.